ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണം കേട്ടോ. ഇവിടെ നിന്ന് നല്ല കോരി ചൊരിയണ മഴയാണ്. മഴയും കൊണ്ട് നിക്കപ്പുറതി ഇല്ല കേട്ടോ. രാവിലെ മുതൽ ഇന്ന് പുലർച്ചെ മുതലേ നല്ല മഴയാണ് കേട്ടോ. രാവിലെ പൂവിടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തോട്ടിലൊക്കെ അതാ വെള്ളം നല്ല കയറി വരുന്നുണ്ടേ. ഇങ്ങനെ കയറി വരുമ്പോഴാണ് കേട്ടോ പേടി തോന്നുക. ഇന്ന് രാവിലെ തച്ചമ്പാറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയ സമയത്ത് കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആ മീൻ നന്നാക്കാനുള്ള റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ. വേറെ ഒന്നുമല്ല, വെള്ളം ഇങ്ങനെ കാണുമ്പോഴേ അമ്മ പണിക്ക് പോയിട്ടുണ്ടെന്ന്. അപ്പൊ അമ്മ പണി മാറ്റി വരുമ്പോഴത്തേന് ഇനി വഴുകും എന്താണെന്ന് അറിയില്ല കേട്ടോ. നല്ല മഴയാണ്, ഒരു കുറവില്ല കേട്ടോ മഴയ്ക്ക്. അപ്പൊ അങ്ങനെ തച്ചമ്പാറ പോയി വന്നപ്പോൾ മീൻ മേടിച്ചായിരുന്നു. കിളിമീനാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ മീനൊന്ന് നന്നാക്കി എടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പൊ ഞാൻ നന്നാക്കി എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേന് തന്നെ മഴ കനക്കാണ് കേട്ടോ. മോള് ഉറങ്ങുകയാണേ. ധോനി ബേബി ഉറങ്ങാട്ടോ. അവൾ ഉറങ്ങുമ്പോഴേ എന്തെങ്കിലും ജോലിയൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഉച്ചയ്ക്ക് വന്നപ്പോഴും കുറച്ച് ഉച്ചവരെയൊക്കെ കുറവായിരുന്നു കേട്ടോ മഴ. ഇടയ്ക്കിടയ്ക്ക് പെയ്യെങ്കിലും ഇത്രയും കനമഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ആണ് നല്ല മഴ കനക്കാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ മീനൊക്കെ നന്നാക്കി എടുക്കാണ് കേട്ടോ. മീൻ നന്നാക്കി എടുത്തിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടികൾ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ട് കേട്ടോ. രാവിലെ കുറച്ച് ബാക്കി നമ്മൾ ചായ കുടിച്ചതിൻ്റെയും അതിൻ്റെയും ഒക്കെ കുറച്ച് ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പാത്രങ്ങളൊക്കെ. അപ്പോൾ ഓരോരോ തിരക്ക് കാരണം അവൾക്ക് കഴിക്കാൻ കൊടുക്കലും അവളെ കുളിപ്പിക്കലൊക്കെ ആയിട്ട് ഓരോരോ തിരക്ക് കാരണം പിന്നെ നമ്മൾ അങ്ങനെ വിട്ടുപോയി കേട്ടോ. പിന്നെ ചോറടുപ്പത്തിട്ടുണ്ടാവും. രാവിലെ അമ്മ പിന്നെ ഈ പൂവിടലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്മ അതിന് നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മ പണിക്ക് പോവുക. പിന്നെ അമ്മ രാവിലെ ചായയും കടിയൊക്കെ കുടിച്ചിട്ട് പോവും. പിന്നെ അടുത്താണ് പണി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്കൊക്കെ വീട്ടിലേക്ക് 10 മണിക്കൊക്കെ വീട്ടിലേക്ക് വരാറാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാവിലെ നമ്മൾ അമ്മ പോകുമ്പോഴത്തേനെല്ലാം റെഡിയാക്കിയിടണം. അമ്മയ്ക്ക് ഉച്ചയ്ക്കുള്ളതും കൂടി കൊണ്ടുവരണം. അതേപോലെ തന്നെ 10 മണിക്കുള്ളതും. അങ്ങനെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും മീൻ ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ, എന്നാലേ നല്ല ഇതായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മഴയത്ത് ഞാൻ മീനിൻ്റെ ഇതെല്ലാം കളയാൻ വേണ്ടി തലയും വേസ്റ്റുകളൊക്കെ കളയാൻ വേണ്ടി പോയപ്പോൾ തലയിൽ ഒരു മുണ്ട് കെട്ടിയതാണ് കേട്ടോ. അതാണ് തലയിൽ എന്താ മുണ്ട് എന്ന് വിചാരിക്കേണ്ട. അപ്പം അങ്ങനെ ഇതാ മുണ്ടൊക്കെ കെട്ടി തലയിൽ കെട്ടിയിട്ട് അങ്ങനെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ധോനി ബേബി എണീച്ചിട്ടുണ്ടായിരുന്നേ. എണീച്ചു. ആൾക്ക് കുറച്ച് കഴിക്കാനൊക്കെ കൊടുത്തു ഇതിനിടയിൽ കേട്ടോ. കൈയൊക്കെ കഴുകിയിട്ട് എന്നിട്ടാണ് ബാക്കിയുള്ള മീനൊക്കെ നന്നാക്കി എടുത്തത്. അപ്പോൾ ഇനി എന്തായാലും ഇതൊന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ. കഴുകി എടുത്തിട്ട് വേണം ഇനി. അപ്പോഴത്തേനും അവൾ എണീച്ച് വാതിലെല്ലാം അടയ്ക്കുക, അതേപോലെ തുറക്കുക, വന്ന് അങ്ങനെ ഓരോരോ വിക്രസമായിട്ട് ഇന്ന് ഇരിക്കുകയാണ് കേട്ടോ ആള്. അപ്പം ഇനിയിപ്പോൾ വെള്ളം ഇങ്ങനെ കുറച്ച് നല്ല കനമഴ പെയ്യുമ്പോൾ വെള്ളം കയറും. അതേപോലെ മഴ ജസ്റ്റ് ഒന്ന് നിൽക്കുമ്പോൾ അതേപോലെ കുറയും ചെയ്യും കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കേട്ടോ കൂടുതൽ മഴ പെയ്യാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ മീനൊക്കെ നന്നാക്കി എടുത്തു. ഇനിയിപ്പോൾ അതെന്തായാലും മസാലകളൊക്കെ റെഡിയാക്കണം. ഇനിയിപ്പോൾ അമ്മ വന്നു കേട്ടോ. അമ്മ നല്ല മഴ കനത്തപ്പോൾ അമ്മ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പം അങ്ങനെ അമ്മ പണി മാറ്റിയൊക്കെ വന്ന് ഇനിയിപ്പോൾ അമ്മയ്ക്ക് കുളിക്കാൻ വെള്ളം എടുപ്പത്തേക്കണം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുള്ളൂ. കാരണം നല്ല മഴയല്ലേ. ഉച്ചയ്ക്ക് വന്നപ്പോഴത്തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കാലൊക്കെ കോച്ചി പിടിച്ചിട്ട് വയ്യ മഴയത്ത് നിന്നിട്ട് പണിയെടുക്കുമ്പോഴേക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം അടുപ്പത്തേക്കിട്ട് ഇനി വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അതിന് ശേഷമാണ് കേട്ടോ ബാക്കി പാത്രങ്ങളൊക്കെ മോറിയെടുക്കണത്. അപ്പം ഇനി പാത്രങ്ങൾ മോറിയൊക്കെ എടുത്തിട്ട് വേണം ഇനി അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഒരുപാട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറിയിട്ടോ. പനിയും ജലദോഷമൊക്കെ ആയിട്ട് ഞങ്ങൾ 3 പേരും കുറച്ച് ദിവസം ഭയങ്കര ഇടങ്ങാറിലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയായിട്ട് ഇപ്പം അതെല്ലാം ഒന്ന് മാറി തുടങ്ങി, എല്ലാം ഉഷാറായി വന്നു കേട്ടോ. അപ്പോൾ പല്ലുവേദന എനിക്ക് കുറവുണ്ട്. പല്ല് പറിക്കാൻ പറഞ്ഞതാണ്. ഇപ്പോൾ പല്ലുവേദന കുറവുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഓണത്തിന് ശേഷമുള്ളൂ. ഓണമൊക്കെ കഴിയട്ടെ, ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ പല്ലൊക്കെ പറിക്കാൻ പോകണം. അപ്പം അങ്ങനെ ഇതാ അമ്മ വന്നതല്ലേ, അമ്മ തണുത്ത് കൊച്ചി പറിച്ച് വന്നതല്ലേ. അപ്പം ഞങ്ങൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ചായയൊക്കെ ഏതാ കറണ്ട് അടുപ്പിൽ തന്നെ വെച്ചത് കേട്ടോ. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. പിന്നെ ധോനി ബേബി ഒന്നും അധികം ഒന്നും കുടിക്കൂല. പിന്നെ ഞങ്ങൾക്ക് 2 ഗ്ലാസ് ചായ വെച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെ അതാ പാലൊക്കെ ഇതിനിടയിൽ പാലും കാച്ചി വെച്ചിട്ടോ. ഉച്ചയ്ക്ക് പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഒരുപാട് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ കേട് വന്നാലോ എന്ന് വിചാരിച്ചിട്ടേ ഇതിനിടയ്ക്ക് പാലും കാച്ചി വെച്ചു. പാലൊക്കെ അതാ തണുത്ത് ഉറഞ്ഞു പോയിരിക്കുന്നു കേട്ടോ. കാച്ചി വെച്ച പാലൊക്കെ സെക്കൻഡ് നേരം കൊണ്ട് അങ്ങനെ ഇതായിട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ചൂടായി കിടക്കുന്നുണ്ട്. അമ്മ കുളിക്കാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിതാ ഓരോ കഥകളൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചായയും കുടിച്ചിട്ട് ഇങ്ങനെ ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കുക. നല്ല മഴയാണ്. മഴ കുറവൊന്നുമില്ല. നല്ല കനമഴ തന്നെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുട്ടിക്ക് ചായയൊക്കെ കൊടുത്തു. രാത്രിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പേടി. മഴ തുടങ്ങിയ പിന്നെ രാത്രി പേടി കൊണ്ട് ഉറങ്ങാനേ പറ്റില്ല കേട്ടോ. ഈ
തോട്ടിലിങ്ങനെ വെള്ളം ചാടുന്ന ശബ്ദം കേട്ടിട്ട് ഭയങ്കര പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരോ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഉരുള് പൊട്ടി വരികയാണ് എന്നൊക്കെ പേടിയൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ ഇതുവരെയൊന്നും ദൈവം സഹായിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇങ്ങനെ കല്ലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ല ശക്തിയിൽ വെള്ളമൊക്കെ വരുമ്പോൾ കല്ലുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇളകി മാറുന്നൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നും കേട്ടോ. അതുപോലെ തന്നെ നമ്മളിവിടെ എന്തെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പരസ്പരം ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാൾ കനാലിന് മേളിൽ നിന്നിട്ട് ഒരാൾ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊന്നും കേൾക്കുകയില്ല. അവർ പറയണതൊന്നും മനസ്സിലാവുകയില്ല കേട്ടോ, ഇവിടെ ഇങ്ങനെ വെള്ളം ചാടുന്ന ശബ്ദം കേട്ടിട്ടേ. അപ്പം അങ്ങനെയാണ്. പണ്ടെങ്ങാണ്ട് അങ്ങനെ ഇങ്ങനെ തോട് പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നല്ലേ, കനാല് പൊട്ടിയിട്ടുണ്ട്. അതായത് ഈ തോടിനെ ക്രോസ് ചെയ്തിട്ട് കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നുള്ള കനാലും പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം അമ്മയും അമ്മയുടെ അച്ഛനും അമ്മയും സഹോദരിമാരൊക്കെ അവരിവിടെ വന്ന കാലത്ത് ഈ പറമ്പൊക്കെ മേടിച്ച കാലത്ത് ഇങ്ങനെ ഒരിക്കൽ പൊട്ടിയിട്ടുണ്ട്. അന്നൊക്കെ നമ്മുടെ ഈ പറമ്പിലൊക്കെ കൃഷി ചെയ്യായിരുന്നു കേട്ടോ. നെൽപ്പാടങ്ങളായിരുന്നു കൂടുതലും, നെല്ലായിരുന്നു കേട്ടോ. ഇതിന് നമ്മുടെ പുറകിലുള്ള പാടങ്ങളിലൊക്കെ നെല്ലായിരുന്നു. ഇപ്പൊ പിന്നെ കഴുങ്ങും തെങ്ങ് വാഴ അങ്ങനെയുള്ള കൃഷികളാണ്. അപ്പൊ ഈ നെൽപ്പാടത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളം കയറിയിട്ടും നെല്ലൊക്കെ എല്ലാവരുടെയും പോയി. അപ്പൊ അന്ന് അമ്മമ്മയുടെ വീട്ടിൽ പോയതുകൊണ്ട് പട്ടിയും പശുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടില്. അപ്പൊ അങ്ങനെ പശുവൊക്കെ എങ്ങനെയൊക്കെ പോയിരിക്കണു, കെട്ടഴിഞ്ഞിട്ട് വെള്ളത്തൂടെ പോയി അന്ന് കനാല് പൊട്ടിയ സമയത്ത്. അന്ന് നല്ല മഴയുണ്ട് ആ സമയത്ത്. ഈ തോടിന് നേരെയാണ് കനാല് പൊട്ടിയത് കേട്ടോ. അപ്പൊ ആ പട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആ പട്ടിയൊക്കെ വന്നപ്പോഴത്തേന് തന്നെ വെള്ളത്തിൽ മുങ്ങി നീന്തി ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ, കെട്ടിയിട്ടിരിക്കായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് മുൻപേ, ഞാനൊന്നും ജനിക്കുന്നതിന് മുന്നേ കേട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ ആ കൂട്ടൊക്കെ ഇങ്ങനെ കൂടിയതാണ്. അപ്പൊ നമുക്കിങ്ങനെ രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര പേടി തോന്നും. മഴ ഇങ്ങനെ കനത്ത് പെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇട്ടോ, ഉറങ്ങാനൊന്നും നമുക്ക് അങ്ങനെ കഴിയില്ല. കാരണം നമുക്ക് ഈ തോടിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് വീട്. അതേപോലെ തന്നെ തൊട്ട് താഴെ അങ്ങനെ കുറച്ച് വീടുകളുണ്ട് കേട്ടോ. നമ്മുടെ 2 അനിയത്തിമാരുടെ വീടുകളൊക്കെ. നമ്മുടെ നേരെ താഴെ അനിയത്തിയുടെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറും കേട്ടോ, വീടിനകത്തേക്ക് തന്നെ വെള്ളം കയറും. അപ്പൊ അങ്ങനെയൊക്കെ അവിടെ ഞങ്ങളുടെ ഈ തോടിന്റെ കുറച്ചപ്പുറത്ത് വേറെ ഒരു വരിത്തോടും കൂടി കൂടാനുണ്ട്. അപ്പൊ അങ്ങനെ 2 തോട്ടത്തെ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് അവിടേക്കൊക്കെ വെള്ളം കയറുമ്പോഴൊക്കെ. അപ്പൊ അങ്ങനെ ഇതാ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ചായ കുടിച്ചിട്ട് ഇതാ അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നുറുക്കി റെഡിയാക്കി ചതച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഞങ്ങൾ 1 കിലോ മീൻ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ 6 ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ 3 പൊരിക്കും ചെയ്യാം, ഞങ്ങൾ 3 പേരെന്നല്ലേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ബാക്കി 3 കറിയും വെക്കാന്നൊക്കെ വിചാരിച്ചിട്ടോ. ഇന്ന് കുടംപുളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് കറി വെക്കുന്നത്. കുറെ ദിവസമായി കുടംപുളിയൊക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ട് കേട്ടോ. ഈ സാധാ പുളി ഇട്ടിട്ടാണ് വെക്കാറ്. എനിക്ക് ഈ സാധാ പുളി ഇട്ട് വെക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ, അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം വായിൽ ഇങ്ങനെ പുണ്ണ് വരുന്നത് പോലെയൊക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യല്ല, എനിക്ക് അങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് അതിനോട് താല്പര്യമില്ല. അധികം ഞാൻ കുടംപുളി ഇട്ട് തന്നെയാണ് വെച്ചിട്ട് തന്നെ മീൻ കറിയൊക്കെ കഴിക്കാറ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇതെല്ലാം പൊരിക്കാനുള്ള മീനിൽ മസാലകളൊക്കെ പുരട്ടി, അതുപോലെ ഇതാ കറി വെക്കാനുള്ള എനിക്ക് ഒരു തക്കാളിയും ഒരു കുഞ്ഞൊരു സവാള എടുത്തിട്ട് കേട്ടോ മിക്സിയിലിട്ട് അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ അങ്ങനെ വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ അങ്ങനെ റെഡിയാക്കാറ്. അപ്പം അങ്ങനെ ഇതാ അമ്മ അങ്ങനെ കുളിച്ചൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ധോനി ബേബി അത് കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴയ്ക്കൊരു കുറവില്ല, മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പുറത്ത്. അപ്പം അങ്ങനെ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ അടുപ്പത്ത് കയറി. ഇനി മീൻ വറുക്കാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക, കൂട്ടത്തിൽ ഹൈപ്പും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പം ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം കേട്ടോ. അപ്പം അങ്ങനെ ഇതാ മീൻ പൊരിക്കലും കഴിഞ്ഞു. മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് അമ്മമ്മയും കുട്ടിയും കൂടി സീരിയലും കണ്ട് കാർട്ടൂണും കണ്ട് ഇതാ ചൊറയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് 2 പേരും കൂടിയിട്ടാ. കൂട്ടത്തിൽ ഞാൻ അവിടെ അടുക്കളയിൽ ഇങ്ങനെ കിടന്നിങ്ങനെ എന്താ പറയുക വിഷമിച്ച് ഇങ്ങനെ പണിയെടുക്കുകയായിരുന്നു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. അമ്മമ്മ ഇതാ മാമുണ്ണു, അതേപോലെ തന്നെ കുട്ടി മാമുണ്ണ് കഴിഞ്ഞു. അപ്പോഴത്തേനും താഴത്തെ മേമ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.